വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മളൊരു ടൊയോട്ടയുടെ ഒരു കാറായിട്ട് ഓഫ് റോഡ് പോകാൻ പോകുക. അത് ഏത് കാറാണെന്ന് നിങ്ങൾ ഗസ് ചെയ്യും. ഞാൻ കാറ് കാണിച്ചു തരാം. ടൊയോട്ടയാണ്. ഈ പുതിയതായി വന്ന കാറൊന്നുമല്ല, നല്ല ഓൾഡ് കാറാണ്. കണ്ട സെറ്റല്ലേ? ഇത് ഏത് കാറാണെന്ന് നിങ്ങൾ ഗസ് ചെയ്യും. ഞാൻ റോഡിൽ കൂടി പോയപ്പോൾ ഈ കാറ് പോകുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ഇത് ഗെയിമിൽ നിന്ന് അങ്ങോട്ട് മേടിച്ച്. ഇൻറ്റീരിയറൊക്കെ പക്കാ വിൻറ്റേജ്. ഇൻറ്റീരിയറൊന്നും കാണാൻ കൂടി ഇല്ല. ഇത് കണ്ട സ്റ്റിയറിങ്ങൊക്കെ പക്കാ. ഇത് നമ്മളപ്പോൾ ഇതൊരു XUV വണ്ടി പോലത്തെയാണ്. നമ്മൾ ഓഫ് റോഡ് പോകാൻ പോവുക. കണ്ട് ഇവിടെ ആയിട്ടാണ് ഓഫ് റോഡ്. നമ്മൾ ഈ കാറിൽ പോകുന്നത് കൊണ്ട് തന്നെ എപ്പോൾ എത്തുമെന്ന് അറിയില്ല. പതുക്കെ പതുക്കെ ഇത് പോകത്തുള്ളു. പിന്നെ വേറൊരു കാറ്, ഒരു വിൻറ്റേജ് കാറ് വേറൊരെണ്ണവും കൂടി ഞാൻ വീഡിയോ ഇടും. അത് ലേശം കിടിലൻ കാറാണ്. അത് സിനിമയത്തെ ഒരു കാറ് തന്നെ. മേടിക്കുമ്പോൾ അതേപോലെ കിട്ടൂല, പക്ഷെ തട്ടി ഇറങ്ങി നോക്കിയാല വലിയ സീനില്ല. ഓക്കെ, നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഇത് ഒരു അത്യാവശ്യം ഒരു ലെങ്ത് ഉണ്ടാകും. കാര്യം ഈ വണ്ടിയൊക്കെ കൊണ്ട് എത്തുമ്പോൾ നല്ല ടൈം പിടിക്കും. ഇല്ലെങ്കിൽ ഞാൻ ഓഫ് റോഡ് എത്തിയിട്ട് എടുത്താൽ മതിയോ? നിങ്ങളൊന്ന് കമൻ്റ് അടിക്കണം ഇത് ഈ വണ്ടിയുടെ പേര്. പിന്നെ പറയണം ഈ നല്ലൊരു വണ്ടി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം. ഞാനൊരു ഇത് കാണിച്ചില്ല, ഒരു ഓഫ് റോഡ് പോകാൻ പറ്റിയൊരു കാറ്. എൻ്റെത് കാറല്ല, ഒരു ജീപ്പ് പോലത്തെ. അത് ഇറക്കണമെന്ന് പറ. ഇത് സെറ്റാണ് ഈ വണ്ടി. ഞാൻ കണ്ടപ്പോഴങ്ങ് മേടിച്ചു. അറൗണ്ട് 2 lakh എന്തോ ഉള്ളൂ ഇതിന്. ഗെയിമീത്തെ മണി. ഞാനപ്പം തന്നെ അങ്ങോട്ട് മേടിച്ച്. കേടില്ലാൻ കാരണം ഞാൻ കുറച്ച് നേരം ഓടിച്ചു. പക്ഷെ ഈ ഡെയിലി യൂസ് അങ്ങനത്തെ ഇതിന് പറ്റത്തില്ല. ഇത് എന്ന് പറഞ്ഞാൽ എപ്പോഴെപ്പോഴും ഓടിക്കാൻ പറ്റത്തില്ല. ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഓടിക്കുക. എന്ന് പറഞ്ഞാൽ ഒരു വിൻറ്റേജ് കാർ ഓഫ് റോഡ് പോകുവാണെങ്കിൽ ഇത് ബെസ്റ്റ് ചോയ്സാണ്. ഇപ്പം നമ്മൾ ദണ്ടായിട്ട് ഇത് കയറിയിട്ടുണ്ട്. ഇവിടെ പോലീസൊക്കെ ഉണ്ട്. ഇതെനിക്ക് ഫുള്ള് കാണിച്ചായിരുന്നു. വണ്ടി സ്റ്റിയർ അത് ഇടി അടിച്ച് അത് പോയി. ഇല്ല പോയിട്ടില്ല, കുഴപ്പമില്ല. പിന്നെ ടൊയോട്ടയുടെ കാറായതുകൊണ്ട് നല്ല ബിൽഡ് കളിച്ച് നല്ലോണം ഉണ്ട്. ഞാൻ ഓഫ് റോഡ് ടയർസ് അങ്ങോട്ട് ഇട്ടു. വണ്ടിക്ക് ഒട്ടും പവറില്ല കേട്ടോ. വണ്ടി എത്ര HP? 110 HP. ഒട്ടും അങ്ങോട്ട് നീങ്ങുന്നില്ല ഈ കാറ്. അത്യാവശ്യം നല്ല രീതിയിൽ സ്ലോ. എനിക്ക് ചെറുതായിട്ടൊരു കോൾഡ് പോലത്തൊരു തൊണ്ടവേദന ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അധികം സംസാരിക്കാത്തത്. പിന്നെ എത്താറായി. പെട്രോളുണ്ട്, കുഴപ്പമില്ല. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പെട്രോൾ അടിക്കാൻ വരെ നല്ല പാടാണ്. നമുക്ക് കണ്ട് ഇതുവഴി പോവാം. തട്ടുമെന്നും പറഞ്ഞോളൂ. കണ്ട് പോയി ഇവിടെ നിന്ന് ഇങ്ങനെ. ഓക്കെ, കുഴപ്പമില്ല. അയ്യോ, ആ സൈഡ് തട്ടല്ല.
ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പോവാം. ടോൾ എടുക്കണ്ട. ഓക്കെ, അപ്പം നമ്മൾ കണ്ട ഓഫ് റോഡിൻ്റെ എൻട്രൻസ് ആണ്. ഓഫ് റോഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ വണ്ടി കയറുമെന്നൊന്നും അറിഞ്ഞു നമുക്കില്ലേ ഇങ്ങനെ പോകുന്ന കാരണം അല്ല ഇവിടുന്ന് എടുത്തങ്ങ് ചാടിയാല. അയ്യോ അത് വേണ്ട, കുഴപ്പമില്ല. ഓക്കെ, വെറൈറ്റി. അയ്യോ ഇത് റക്കാണ്. പിന്നെ പേടിക്കണ്ട, ബ്രേക്ക് ഇല്ലാത്ത വണ്ടി അതുകൊണ്ട് കുഴപ്പമില്ല. ടയറൊക്കെ ഇടിച്ച് തെറിപ്പിച്ച് നമ്മൾ അടുത്ത് ഇത് അതിനുശേഷം എഡ്ജിൽ കൂടിയാ പോകുന്നു, വളഞ്ഞിട്ടാ പോകുന്നു. ഓക്കെ, അത്യാവശ്യം ഓഫ് റോഡാണിത്. കിടിലം ഓഫ് റോഡ്. ഓഫ് റോഡ് റോഡിൽ കൂടിയല്ല പോകുന്നത്, നമ്മളിങ്ങനെ പോകണം ഓഫ് റോഡ്. എന്നാലേ ആ ഒരു രസം ഉണ്ടാകത്തുള്ളൂ. നമുക്ക് ആ വ്യൂ പോയിൻറ്റിൻ്റെ അങ്ങോട്ട് പോകാം. അവിടെ ആയിട്ടൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ആ വണ്ടി കൊള്ളാട്ടോ, അതൊക്കെ ഈസി ആയാ കയറിയ ആ മല. ഈസി ആയിട്ട് ഇവിടം വരെ ഫ്രണ്ട് പോയിട്ടാ. അതുകൊണ്ട് അത് കണ്ടോ, അവിടുന്ന് ഈസിയായി ഇത്രയും കയറി വന്നു. എൻ്റെ ഒരു കാറും കയറി താഴത്തോട്ടാന്നാ തോന്നുന്നു. പോണ്ട. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങോട്ട് പോകാം. ഇത് വലിയ എവിടെയൊക്കെ എനിക്കിങ്ങനെ പോകാൻ ഇഷ്ടം. റോഡിൽ കൂടി പോലും ഭയങ്കര പോവാം. മലയിലൊക്കെ പാറയിലും എല്ലായിടത്തും കയറ്റിക്കൊണ്ട് പോകണം, രസമുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇത് ഞാൻ നോക്കുന്ന പോലെ ഒന്നും പോകുന്നില്ല. അപ്പോൾ എല്ലാവർക്കും